പ്രൊഫസർ എ ജി ജോർജ്, വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിന് MLA ഹോസ്റ്റലിൽ 2 മുറിയാണ് അനുവദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. സാധാരണ MLAമാർക്ക് ഒരു ഓഫീസേ അനുവദിക്കാറുള്ളൂ, ഒരു മുറിയെ അനുവദിക്കാറുള്ളൂ. ഇദ്ദേഹത്തിന് എങ്ങനെ 2 കിട്ടിയെന്ന് പരിശോധിക്കേണ്ടതാണ്. നിള ബിൽഡിങ്ങിൽ 30-31 മുറികൾ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. നോക്കൂ, അവിടെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. നല്ലൊരു ഓഫീസാണ്. ആൻ്റണി രാജു, മുൻ മന്ത്രി ആൻ്റണി രാജു MLA ഓഫീസായിട്ട് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ MLA ഹോസ്റ്റലിലുള്ള മുറിയാണ്. അവിടെ ആളുകൾക്ക് വരാം, കാരണം നഗരമധ്യത്തിലാണ്. അപ്പോൾ അത് പറഞ്ഞ് ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കുറച്ച് കാണാൻ ആവില്ല. അവിടെ എല്ലാവർക്കും എത്തിപ്പെടാൻ അസൗകര്യമുണ്ട് എന്നാണ് വി കെ പ്രശാന്ത് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ ആ വാദം ശരിയല്ല. മറ്റൊന്ന്, വലിയ വാടകയ്ക്ക് വലിയൊരു ഓഫീസ്, 5000 സ്ക്വയർ ഫീറ്റ് ഓഫീസ് അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് ഓഫീസ് PR വർക്കിന് മാത്രമായിട്ട്. അപ്പോൾ അതവിടെ കിടപ്പുണ്ട്. അവിടെ ഒരു ഓഫീസ് അദ്ദേഹത്തിന് പ്രവർത്തിപ്പിക്കാം. അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ 872 രൂപ തുച്ഛമായ വാടകയ്ക്ക് ഓഫീസ് എടുത്തിരിക്കുന്നത്. അത് കൗൺസിലർക്ക് അർഹതയുള്ളതാണ് ആ കെട്ടിടം. ഇപ്പോൾ തന്നെ ഈ കൗൺസിലറുടെ ഓഫീസിലേക്ക് പോകണമെങ്കിൽ MLA ഓഫീസിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനാവും. മാത്രമല്ല, നേരത്തെ പ്രവർത്തിച്ച ആ കൗൺസിലറുടെ ഫയലുകളൊക്കെ ഈ ഓഫീസിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുന്നു എന്നുള്ളതല്ലേ. ഒരു വിവാദമുണ്ടാക്കുക, എന്നിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം കൊയ്യാനാവുമോ എന്ന് തന്നെയല്ലേ നോക്കുന്നത്. അനിലെ, ഇത് ഒരു ഉർവശി ശാപം ഉപകാരമായി എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് വളരെ വ്യാപകമായ ഒരു അന്വേഷണം തിരുവനന്തപുരം നഗരത്തിൽ ഇതുപോലെയുള്ള അനധികൃത കയ്യേറ്റങ്ങളെ സംബന്ധിച്ചുണ്ടാകേണ്ടതിന്റെ അനിവാര്യത ഇതുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനെ പോസിറ്റീവായിട്ട് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വന്നു എന്ന്. തിരുവനന്തപുരം നഗരത്തിൽ ഇത് ഒതുക്കി തീർക്കാവുന്ന ഒരു ചെറിയ വിഷയം ഇന്ന് ഏതാണ്ട് ദേശവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെ കൂടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടിയാണ് തിരുവനന്തപുരം നഗരം ഇപ്പോൾ ഇന്ത്യയിലാകമാനം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJP നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ അധ്യക്ഷ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നു എന്നുള്ളത് സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ 4 ദശാബ്ദങ്ങളായി ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഒരു കക്ഷിയെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് BJP ഭരണത്തിൽ വന്നു എന്ന് പറയുന്നത് മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ധാരാളം ആളുകൾ ഈ നഗരത്തിൽ പാർക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഏതാണ്ട് 1/2 നൂറ്റാണ്ടായി ഈ തലസ്ഥാന നഗരിയിൽ പഠിച്ചും പഠിപ്പിച്ചും ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഗരത്തിന്റെ ഒരു മുഖഛായയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലെയുള്ള ധാരാളം ആളുകൾ, അതൊരു പക്ഷേ പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കണമെന്നില്ല. അനിലിനൊക്കെ നന്നായിട്ടറിയാം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രത്യേകമായ ഒരു സാംസ്കാരിക സ്ഥിതി. നല്ല ഒരു പങ്ക് വളരെ സീനിയർ ആയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, സിവിൽ സർവീസിൽ ഇരുന്ന ആളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചും വളർന്നതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ധാരാളം സവിശേഷതകളുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ ഇവിടുത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഒരു ഭരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് മുന്നണിയോ ആയി പോകട്ടെ. പക്ഷേ ഇപ്പോൾ പതിവില്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. അനിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ഈ പ്രോട്ടോകോൾ പ്രശ്നമൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഞാൻ പ്രധാനമായി കാണുന്ന 2 വശങ്ങളാണ്. ഒന്നിനകത്തൊരു ധാർമ്മിക വശമുണ്ട്,
രണ്ട്, ഇതിനൊരു നിയമപരമായ വശമുണ്ട്. ധാർമ്മിക വശം എന്ന് പറയുമ്പോൾ അനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു MLA അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഭരണഘടന അനുസരിച്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് 140 MLA-മാർക്കും കൊടുത്തിട്ടുണ്ട്. കോടികൾ മുടക്കിയാണ് MLA ഹോസ്റ്റൽ എന്ന് പറയുന്ന സൗധങ്ങൾ അവിടെ പണിയിച്ചിട്ടുള്ളത്. അതിനകത്ത് വലിപ്പ ചെറുപ്പമുള്ള മുറികളൊക്കെ ഉണ്ട്. 1-2 മുറികൾ ഉപയോഗിക്കുന്നവരുണ്ട്, സ്വീറ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. കുടുംബമായി താമസിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതൊക്കെ സ്പീക്കറുടെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടും ആവശ്യമനുസരിച്ചുകൊണ്ടും കൊടുക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഒരു 2 മുറി കിട്ടി എന്ന് പറയുന്നത് ഒരു ദോഷമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മുറികളുള്ള ധാരാളം MLA-മാർ അതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് കോർപ്പറേഷന്റെ ഒരു കെട്ടിടത്തിൽ ഞാനൊരു ഓഫീസ് തുടർന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് അത്ര യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതിനൊരു ന്യായീകരണമായി പറഞ്ഞത്, ഞാൻ ഏകദേശം 1000-1500 ആളുകളെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ എന്നെ വന്ന് കാണുകയാണ്. അങ്ങനെ വരുന്ന ആളുകൾക്ക് MLA ഹോസ്റ്റലിലൊക്കെ കയറി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമാണ്. അവിടെ സെക്യൂരിറ്റി പ്രശ്നമുണ്ട്, പടിക്കെട്ടുകളുണ്ട്. അതുകൊണ്ടൊക്കെ എന്നെ കാണാൻ വരുന്ന വികലാംഗരുണ്ട്, അല്ലെങ്കിൽ അംഗവിഹീനരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അവർക്കൊക്കെ പ്രയാസമാണെന്നൊക്കെയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നേരത്തെ എന്റെ സഹ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ അനിലിനും അറിയാവുന്നത് പോലെ 2 MLA-മാർ വേറെ ഉണ്ടല്ലോ. ആന്റണി രാജു ഉണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അവരും ഈ നഗര വാർഡുകളുമായി ഒക്കെ ബന്ധപ്പെട്ട MLA-മാരാണ്. അവരാരും തന്നെ ഇന്ന് വരെ നാളിതുവരെ ഈ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ട് ഒരിടത്തും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊരു ന്യായീകരണമായിട്ട് എടുക്കാനായി നമുക്ക് സാധ്യമല്ല എന്നത് വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കാണേണ്ടതായ ഒരു പ്രധാനമായ കാര്യം, ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കൈവശത്തിൽ വന്നത് എന്ന് ഇതിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, ഇത് അദ്ദേഹം നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ മേയർ എന്ന് പറയുന്ന ഒരു പദവിയിൽ ഇരുന്ന ഒരാളാണ്. പിന്നീട് MLA ആയ ഒരാളാണ്. തിരുവനന്തപുരം നഗരത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറയാവുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി അദ്ദേഹം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാണ് ഈ ശാസ്തമംഗലത്തെ കണ്ണായ, നമ്മൾ ഹൃദയഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 872 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു മുറിയിൽ ഓഫീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചില സംശയങ്ങൾ ഉണ്ടായാൽ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനായിട്ടാവുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു 25,000 രൂപയെങ്കിലും കുറഞ്ഞത് വാടക കിട്ടുന്ന ഒരു പ്രദേശമാണ് ശാസ്തമംഗലം എന്നാണ് എൻ്റെ എളിയ അറിവ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും വ്യാപകമായ രീതിയിൽ ഒരു ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിക്കുമ്പോൾ കോർപ്പറേഷന് കിട്ടേണ്ടതായിട്ടുള്ള റവന്യൂവിലുണ്ടായ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. കോർപ്പറേഷന്റെ റവന്യൂ വരുമാനത്തിൽ വർധനവുണ്ടായാൽ അതിന്റെ പ്രയോജനം ആർക്കാണ്? ഈ കോർപ്പറേഷൻ അതിർത്തിയിൽ ജീവിക്കുന്ന ഞാനും നമ്പ്യാരും അല്ലെ എന്റെ സഹ പാനലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ അവിടെയൊന്നും അതിനുള്ള സാധ്യതയൊന്നും ഇല്ലാതെ നാമമാത്രമായിട്ടുള്ള ഒരു വാടക വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഈ തരത്തിൽ വർഷങ്ങളായി അത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ധാർമ്മികത എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത്. അത് അദ്ദേഹം മാനമായിട്ട് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനോട് തന്നെ ചോദിക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ഭാഗം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക ഒന്നാം ഭാഗം. രണ്ടാമത് ഇതിന്റെ നിയമപരമായ വശമാണ്. നിയമപരമായ വശം സ്വാഭാവികമായി നമുക്കറിയാം, കോർപ്പറേഷനിൽ അധികാരത്തിലിരുന്ന സമിതികൾ കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാനം, നയപരമായ തീരുമാനം അനുസരിച്ചാണ് ആർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കണം, എന്തായിരിക്കണം അതിന്റെ റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അവിടെയും സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും തുച്ഛമായിട്ടുള്ള ഒരു വാടക നിശ്ചയിച്ചപ്പോൾ തന്നെ അതിന്റെ പിറകിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ക്രമമായി കൊടുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് സംശയം ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നിയമപരമായി തന്നെ ഇദ്ദേഹത്തിന് എത്ര കാലത്തേക്ക് കൊടുത്തിരിക്കുന്നു, ആ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ എന്താണ്, ആ വ്യവസ്ഥകൾ അദ്ദേഹം പാലിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ന്യായമായ രീതിയിലുള്ള വസ്തുതകൾ വെളിയിൽ വന്നെങ്കിലേ മതിയാവുകയുള്ളൂ. ഒരു കാര്യം പറഞ്ഞതുപോലെ ഇവിടെ വളരെ വ്യാപകമായിട്ടുള്ള അനധികൃത കയ്യേറ്റങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 3-4 ദശാബ്ദങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വൻകിട കയ്യേറ്റക്കാരുണ്ട്, ഇടത്തരം കയ്യേറ്റക്കാരുണ്ട്,
ചെറുകിട കയ്യേറ്റക്കാരുണ്ട്. അതെ. അവരെ എല്ലാം ഒഴിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അടിസ്ഥാനപരമായ ഒരു ഓഡിറ്റിംഗ് നടത്താൻ ഈ തീർച്ചയായും. പുതിയതായിട്ടുള്ള ഭരണസമിതി തയ്യാറായി വരണമെന്നാണ് എനിക്കിതിന്റെ തുടക്കത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ.